നമുക്ക് മറ്റൊരാളെ ഞെട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാൻ നല്ല ടേസ്റ്റായിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചെടുത്താൽ മതി. വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന വെറും മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഓവനോ ഒന്നും വേണ്ടാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വന്ന് എൻ്റെ ചാനൽ ഒരു കുക്കിംഗ് ചാനലായി മാറുമോ എന്നൊരു പേടിയുണ്ട്. എന്നാലും ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ 3 മുട്ട എടുക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് എടുക്കുക മെഷർമെൻറ്റിന്. ഈ ഗ്ലാസ്സിൽ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും അളക്കണം. ആ ഒരു ഗ്ലാസ്സിൽ ഫുൾ ഗ്ലാസ്സിൽ നമുക്ക് മൈദാപ്പൊടിയും വേണം. ആ ഗ്ലാസിൻ്റെ നേർപകുതി പഞ്ചസാരയും വേണം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ഇവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നേരെ വർക്കിലോട്ട് തുടങ്ങാം. ആദ്യം തന്നെ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആ ബീറ്റ് ചെയ്ത മുട്ടയുടെ കളറൊന്ന് മാറി വരുന്ന സമയത്തായിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലെത്തും. ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ആ തിക്ക് കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യുക. ബീറ്റ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമുക്ക് പരമ്പരാഗതമായ ഒരു ഓവൻ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല വലിപ്പമുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം അതിനകത്തൊരു തട്ടിറക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്കൊരു ചായച്ചെരുവ് എടുക്കുക. അതിനകത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 3/4 മണിക്കൂർ നേരം നമുക്ക് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ വേഗം ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കി എല്ലാവരും ഞെട്ടിച്ചോളാം. നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് ഫോളോ ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ ബൈ.